ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കേരളത്തിന്റെ അഭിമാന ടീമായിരുന്ന കൊച്ചി ടസ്കേഴ്സ് കേരളയ്ക്ക് പുത്തൻ ഉണർവ്. നിലവിൽ BCCI കൊച്ചി ടസ്കേഴ്സ് കേരള ടീമിന് 538 കോടി രൂപ നൽകണമെന്ന ആർബിട്രൽ ട്രിബ്യൂണലിന്റെ വിധി ശരിവച്ചിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതി. ഒരു സീസൺ മാത്രം IPL കളിച്ച കൊച്ചി ടസ്കേഴ്സിനെ കരാർ ലംഘനം എന്ന ആരോപണത്തിന്റെ പേരിലായിരുന്നു 2011 BCCI IPL നിന്ന് പുറത്താക്കിയത്. ഇതിനുശേഷം നഷ്ടപരിഹാരം തങ്ങൾക്ക് ആവശ്യമില്ലെന്നും IPL കളിക്കാൻ അനുവദിക്കണമെന്നും ടസ്കേഴ്സ് BCCIയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ BCCI കൊച്ചിക്കെതിരെ കൃത്യമായ നിലപാട് കൈക്കൊണ്ടു. ഇതിന് പിന്നാലെയാണ് തർക്കം കോടതിയിലേക്ക് എത്തിയത്. പിന്നീട് നഷ്ടപരിഹാരം നൽകുന്നതിനെതിരെ നിയമ പോരാട്ടത്തിനായി BCCI എത്തിയിരുന്നുവെങ്കിലും വിവിധ കോടതികളിൽ നിന്ന് BCCIക്ക് തിരിച്ചടി ഉണ്ടാവുകയായിരുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കൊച്ചി ടസ്കേഴ്സ് കേരള 156 കോടി രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി നൽകിയിരുന്നു. ഇത് BCCI ഏകപക്ഷീയമായി ഈടാക്കുകയും ചെയ്തു. ഇതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. അടുത്ത 6 മാസങ്ങൾക്കുള്ളിൽ പുതിയ ഗ്യാരണ്ടി നൽകണമെന്ന നിർദ്ദേശമാണ് ടസ്കേഴ്സിന് മുൻപിലേക്ക് BCCI വെച്ചത്. പക്ഷേ ഇക്കാര്യം ടീം വിസമ്മതിക്കുകയായിരുന്നു. ഈ കരാർ ലംഘിച്ചതിൻ്റെ പേരിലാണ് 2011 സെപ്റ്റംബറിൽ കൊച്ചി ടീമിനെ IPL നിന്ന് പുറത്താക്കിയത്. ഇതിനെതിരെ അന്നത്തെ ടീം ഉടമകളായ റോണ്ടേവു സ്പോർട്സ് വേൾഡ് കോടതിയെ സമീപിക്കുകയുണ്ടായി. അന്യായമായി BCCI ബാങ്ക് ഗ്യാരണ്ടി ഈടാക്കിയെന്ന പേരിലായിരുന്നു കൊച്ചി ടീം സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് പരാതി സമർപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് വിവിധ കോടതികൾ BCCIക്കെതിരെ രംഗത്ത് വന്നത്. കൊച്ചി ടസ്കേഴ്സ് ടീമിന് IPL വീണ്ടും പ്രവേശനം നൽകണമെന്നും അങ്ങനെ നഷ്ടപരിഹാരത്തിൽ നിന്ന് തലയൂരണമെന്നുമായിരുന്നു BCCIയുടെ ഒരു വിഭാഗം അംഗങ്ങൾ അന്ന് നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ നിയമപരമായി ടീമിനെ നേരിടാൻ തന്നെ BCCI മുൻപിലേക്ക് എത്തുകയായിരുന്നു. 8 ടീമുകളുമായി തുടങ്ങിയ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 2011 സീസണിലായിരുന്നു കൊച്ചി, പൂനെ എന്നീ ടീമുകൾ പുതുതായി രംഗത്തെത്തിയത്. എന്നാൽ ഒരു സീസൺ മാത്രമേ കൊച്ചി ടസ്കേഴ്സ് ടീമിന് കളിക്കാൻ സാധിച്ചുള്ളൂ. സീസണിൽ 8ാം സ്ഥാനത്താണ് കൊച്ചി ഫിനിഷ് ചെയ്തത്. ബ്രണ്ടൻ മക്കലം, ജയവർദ്ധനെ, ശ്രീശാന്ത്, ബ്രാഡ് ഹോഡ്ജ്, മുത്തയ്യ മുരളീധരൻ തുടങ്ങിയ താരങ്ങൾ ഈ സീസണിൽ കൊച്ചിക്കായി അണിനിരന്നു. പിന്നീട് നിർഭാഗ്യവശാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് പ്രവേശിക്കാൻ കൊച്ചിക്ക് സാധിക്കാതെ വരികയായിരുന്നു. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.